Femi got married. അപ്പോൾ വി ആർ സോ ഹാപ്പി എന്ന് പറഞ്ഞാൽ ആസ് എ ഫ്രണ്ട് ഫെമി എന്ന് പറയുന്ന വ്യക്തി നമുക്ക് എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും ഫ്രണ്ട് ഫാമിലിയാണ് ഫെമി. നമുക്ക് എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് വന്നിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ അവൾ ഇഷ്ടപ്പെട്ട അവളെ മനസ്സിലാക്കുന്ന അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് ഒരു പാർട്ണർ കിട്ടിയത് വി ആർ സോ ഹാപ്പി. സോ വി വിഷ് ഹർ ഓൾ ദി ബെസ്റ്റ്. ബേസിക്കലി ഞങ്ങൾ കസിൻസ് ആണെങ്കിലും ഞങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. അവന് എൻ്റെ എല്ലാം കുറ്റകേടുകളും അറിയാം, അവൻ്റെ കുറേ കുറ്റകേടുകൾ എനിക്കും അറിയാം. സോ അങ്ങനത്തെ ഭയങ്കര ഒരു ബോണ്ടിങ് ആണ് ഞങ്ങൾ തമ്മിലുള്ളത്. ഞങ്ങൾ രണ്ടുപേർക്കും ഒരു കോമൺ ഇൻട്രസ്റ്റ് ഉണ്ട്, അത് ഞങ്ങളുടെ ഡാൻസാണ്. എനിക്കും ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ നല്ലൊരു ഡാൻസറാണ്. ആൻഡ് അത് ഇപ്പോഴും ഞങ്ങളത് ചെയ്യുന്നുണ്ട്. അതാണ് ഇന്ന് ഞങ്ങൾ അവൻ്റെ കല്യാണത്തിന് ഞങ്ങൾ മാക്സിമം ബെസ്റ്റ് എഫേർട്ട് അവന് വേണ്ടി ഇട്ടു. സോ വെരി ഹാപ്പി, ഫസ്റ്റ്ലി വെരി ഹാപ്പി. ജെറിന് നല്ലൊരു പാർട്ട്ണറാണ് ഫെമി ത്രൂ കിട്ടിയിരിക്കുന്നത്. ആൻഡ് വി ബോത്ത് വിഷ് ഹിം ആൻഡ് ഫെമി എ വെരി ഹാപ്പി മാരിഡ് ലൈഫ്. ഈ കാണുന്നതല്ലായിരുന്നു ശരിക്കും ജെറിൻ. ഭയങ്കര ലോലനായിരുന്നു. നമ്മൾ എന്ത് പറഞ്ഞാലും ഇരുന്ന് കരയാ നിൽക്കുന്ന ഒരാളായിരുന്നു. ഇപ്പൊ ആളാകെ മാറി, തിരിച്ച് കളിയാക്കാൻ പഠിച്ചു. ഇപ്പോ സ്വന്തമായിട്ട് നല്ല ഹ്യൂമർ. എന്തായാലും ജെറിന് എന്റെ നിധിയുടെ പേരില് ഒരു ഓൾ ദ ബെസ്റ്റ് കാണിക്ക്. ഞങ്ങളുടെ ശരിക്കും അറേഞ്ച്ഡ് മാരേജ് ആണ്. ഫോണിൽ കൂടെയാണ് കണ്ടതും ഇഷ്ടപ്പെട്ടതും എല്ലാം. വീഡിയോ കോളും ഓഡിയോ കോളൊക്കെ വഴി. ആദ്യമായിട്ട് കണ്ടത് നവംബർ 9 നാട്ടിലെത്തിയപ്പോഴാണ്. കുറേ എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഭാവി അത് എങ്ങനെയായിരിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇവളായിട്ട് സംസാരിച്ച ആദ്യത്തെ ദിവസം തന്നെ എന്തോ ഒരു വൈബും കണക്ഷനൊക്കെ സെറ്റായിരുന്നു. എന്തോ ഭയങ്കര ഞങ്ങളുടെ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഏകദേശം എല്ലാം സെയിം ആയിരുന്നു. ചിലപ്പോൾ ഞങ്ങൾക്ക് തന്നെ സർപ്രൈസ് ആയിട്ടുണ്ട്. ചില കാര്യങ്ങൾ അവൾക്ക് ഇഷ്ടമില്ലാത്തത് അതേ കാര്യം എനിക്ക് ഇഷ്ടമല്ല, അവൾക്ക് ഇഷ്ടമുള്ളത് അതേ കാര്യം എനിക്ക് ഇഷ്ടമാണ്. എന്തോ കുറേ നാളത്തെ പരിചയമുള്ള പോലെയാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് കണ്ടപ്പോഴുള്ള ഫീലും കാര്യങ്ങളൊക്കെ. ലേറ്റായി പോയിന്ന് തോന്നി, നേരത്തെ പരിചയപ്പെടായിരുന്നു തോന്നി. ഹാപ്പിയാണ്.
വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അധികം ഗ്യാപ്പില്ലാത്ത കാരണം ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്സായിട്ട് വളർന്നു വന്നേ. ആള് ഭയങ്കര ജോളിയാണ്. കൂടെ ഇരിക്കുന്ന എല്ലായിടത്തും ഒരു പോസിറ്റിവിറ്റി, ഭയങ്കര എല്ലാരും ചിരിപ്പിക്കാനും എല്ലാം കഴിവുള്ള ആളാണ്. അപ്പൊ ഞങ്ങളുടെ ജെറിൻകുട്ടിനും ഫെമിക്കും ഒരു അടിപൊളി മാരിഡ് ലൈഫ് ആശംസിക്കുന്നു. ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളൊരു 6 വയസ്സ് ഡിഫറൻസ് ഉണ്ട്. ഞങ്ങൾ അത്ര ഏജ് ഡിഫറൻസ് ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ആ ഒരു അത്ര ഫ്രണ്ട്സ് ഒന്നും ആയിരുന്നില്ല. പിന്നെ കുറച്ച് ഏജ് ഒക്കെ ആയപ്പോൾ നമ്മൾ കുറച്ച് സീക്രറ്റ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കോമൺ ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ കുറേ കണ്ടന്റ് ഉണ്ടായി. എല്ലാവരും ഹാപ്പി ആക്കാൻ ചേച്ചിക്ക് ഇഷ്ടമാണ്. ഭയങ്കര എപ്പോഴും ഇങ്ങനെ ഓൺ വൈബാണ്. എപ്പോഴും എല്ലായിടത്തും ഇങ്ങനെ കൊണ്ടുപോകും അങ്ങനെ. അപ്പോൾ അതൊക്കെ മിസ് ചെയ്യും. As we walk through every season